إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو تقبل علينا بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹജ്ജത്തുൽ വിദാഇൽ 1,00,000-ഓളം വരുന്ന തന്റെ അനുയായികളെ, തന്റെ അനുചരന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ച ഒരു ചോദ്യം, ജനങ്ങളെ, എന്നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിക്കും, അന്ന് നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? ആ സഹാബികൾ ഒന്നടങ്കം
ഏകസ്വരത്തിൽ തങ്ങളുടെ നേതാവിന് അവർ നൽകിയ മറുപടി, താങ്കൾ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം, താങ്കൾ അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യം താങ്കൾ പരിപൂർണമായി നിർവഹിച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച ആ ദൗത്യം ഞങ്ങൾക്ക് താങ്കൾ എത്തിച്ചു തന്നിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സമയത്ത് തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പരിപൂർണമായി ഈ ആളുകൾക്ക് ഞാൻ എത്തിച്ചു നൽകിയിരിക്കുന്നു. പടച്ചവനെ നീ അതിന് സാക്ഷിയാണ് എന്ന് തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മഹാനായ നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ച ആ ഒരു ഉത്തരവാദിത്തം പരിപൂർണമായി നിർവഹിച്ചുകൊണ്ടാണ് ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ആ ലക്ഷത്തിൽ പരം വരുന്ന ആ സഹാബത്ത് മുഴുവൻ അതിനവർ സാക്ഷിയുമായിരുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇവിടെ ഹാജരുള്ള ആളുകൾ ഹാജരില്ലാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു നൽകണം, എത്തിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹജ്ജത്തിൽ വിദായിലെ വിടവാങ്ങൽ പ്രസംഗം, അതേ സാരസമ്പൂർണമായ 23 വർഷ കാലഘട്ടത്തിനിടയിൽ പ്രവാചകൻ സമൂഹത്തോട് പറഞ്ഞ സകല കാര്യങ്ങളും അതിന്റെ ഒരു രത്ന ചുരുക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിടവാങ്ങൽ പ്രസംഗത്തിലൂടെ തന്റെ അനുയായികളെ കേൾപ്പിക്കുകയാണ്. ആ പ്രസംഗം അവസാനിച്ചു കഴിഞ്ഞപ്പോ, പ്രവാചകന്റെ ആ പ്രഭാഷണം അവസാനിച്ചു കഴിഞ്ഞപ്പോ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ആയത്തും അവതരിക്കുകയായി. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ വചനം, അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ, നിങ്ങളുടെ മതത്തെ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ, എന്റെ നിഅമത്തുകളെ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകിയിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനാക്കി നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് ആ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അവതരിക്കുകയാണ്. ആ ഒരു ആയത്തോടുകൂടി പരിശുദ്ധ ഇസ്ലാം പൂർണ്ണമായി ഏതെങ്കിലും ഒരു കാര്യം ആ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുവാനോ, ആ ഇസ്ലാമിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇഷ്ടപ്രകാരം എടുത്തു മാറ്റാനോ അല്ലാഹു ഒരാൾക്കും ഒരവകാശവും നൽകിയിട്ടില്ല. അതെ, ആ വിശുദ്ധ ഖുർആനിലെ ആയത്തോടു കൂടി ഇസ്ലാം പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും ഏതെങ്കിലും ഒരു കാര്യം തന്റെ ഇഷ്ടപ്രകാരം, തന്റെ ഇച്ഛക്കൊത്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന്, അത് വിശ്വാസ കാര്യങ്ങളിലാകട്ടെ, അത് മറ്റുള്ള കർമ്മകാര്യങ്ങളിലാകട്ടെ, ഏതെങ്കിലും മേഖലകളിലാകട്ടെ, ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിന് തന്റെ ഇഷ്ടപ്രകാരം ആ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പ്, വലൗ തകവ്വല അലൈനാ ബഅദൽ ലകാവീൽ,
ലഅഖദിനാ മിൻഹു ബിൽയമീൻ സുമ്മ ലഖതഇനാ മിൻഹുൽ വതീൻ വലൗ തകവ്വല അലൈനാ ബഅദൽ ലകാവീൽ. ആ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ നാം വലം കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ജീവനാഡിയെ തന്നെ നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോടാണ് അള്ളാഹുവിന്റെ താക്കീത്. ഓ നബിയെ, നിങ്ങളാണ് ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം അള്ളാഹുവിന്റെ വഹിയില്ലാതെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂല് തന്നിഷ്ടത്തിനൊത്ത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയാൽ, ഇസ്ലാമിന്റെ ഭാഗമായി കൊണ്ട് പ്രഖ്യാപിച്ചാൽ വലൗ തകവ്വല അലൈനാ ബഅദൽ ലകാവീൽ ലഅഖദിനാ മിൻഹു ബിൽയമീൻ, നാം നമ്മുടെ വലം കൈ കൊണ്ട് പ്രവാചകനെ പിടിക്കും. സുമ്മ ലഖതഇനാ മിൻഹുൽ വതീൻ, എന്നിട്ട് പ്രവാചകന്റെ ആ ജീവനാഡിയെ നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകനെ താക്കീത് നൽകുമ്പോ നമ്മൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂലിന് പോലും പുതുതായി ഒരു കാര്യം അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഇസ്ലാമിൽ കൊണ്ടുവരാൻ കഴിയില്ല. ആരാണ് അള്ളാഹുവിന്റെ റസൂൽ? പ്രവാചകൻ ഒരു കാര്യം പോലും സ്വയം മിച്ച പ്രകാരം സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ വഹിയില്ലാതെ റബ്ബിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒന്നും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്ത് ഓതിയ ശേഷം മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാചകം വളരെ ശ്രദ്ധേയമാണ്. ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ലാ യകൂന അല്ലൗമ ദീനാ വലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തു ഇല്ലാ ബിമാ സ്വലുഹ ബിഹി യൗലഹാ. ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ലാ യകൂന അല്ലൗമ ദീനാ, അന്നേ ദിവസം ദീനല്ലാത്തതൊന്നും, അന്നേ ദിവസം ഈ ഖുർആൻ ഈ ആയത്ത് അവതരിച്ച ആ ഒരു ദിവസം ദീനല്ലാത്തതൊന്നും ഒരിക്കലും അത് ദീനാവുകയില്ല. ലാ യകൂന അല്ലൗമ ദീനാ, ഒരിക്കലും ഒരു കാലത്തും അന്നത്തെ ദിവസം ദീനല്ലാത്ത ഒരു കാര്യം ഖിയാമത്ത് വരെ അത് ദീനായി പരിഗണിക്കൽ ദീനാവുകയില്ല. വലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മത്തു ഇല്ലാ ബിമാ സ്വലുക ബിഹി അവ്വലഹാ. ഈ സമുദായത്തിലെ ആദ്യ കാലഘട്ടക്കാർ ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ടല്ലാതെ അവസാന ആൾക്കാരും നന്നാവുകയില്ല. ആദ്യകാലത്തിലെ ആളുകൾ ഏതൊന്നുകൊണ്ട് നന്നായി അതുകൊണ്ടല്ലാതെ അവസാന കാലഘട്ടത്തിലുള്ളവരും നന്നാവുകയില്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, മതം പൂർത്തിയാക്കപ്പെട്ട ശേഷം ആ മതത്തിലേക്ക് ഒരു കാര്യം കൂട്ടിക്കലർത്താൻ പാടില്ല. ആരെങ്കിലും മതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്തത്, അള്ളാഹു പഠിപ്പിക്കാത്തത്, പ്രമാണയോഗ്യമല്ലാത്ത ഏതെങ്കിലും ഒരു സംഗതി മതമായി കൊണ്ടുവന്നാൽ, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയാൽ അത് നല്ലതല്ലേ എന്ന സ്വയം ചിന്ത പ്രകാരം ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് റദ്ദ് ചെയ്യപ്പെടണം, അത് തള്ളിക്കളയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇത്രയും കൂടി പറഞ്ഞു. من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمد صلى الله عليه وسلم حان الرسالة. من ابتدع في الإسلام بدعة يراها حسنة, ആരെങ്കിലും നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി കൊണ്ടുവന്നാൽ, അത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഇസ്ലാമിൽ പുതുതായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആന റിസാല, അല്ലാഹുവിന്റെ റസൂല്
പ്രവാചകന്റെ റിസാലത്തിന്, പ്രവാചകന്റെ നിയോഗത്തിന് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ ചെയ്താൽ, അത് മതമായി ഇസ്ലാമിൽ കൊണ്ടുവന്നാൽ അവന്റെ വിശ്വാസം അള്ളാഹുവിന്റെ റസൂല് മതം പൂർത്തിയാക്കിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഏതൊരു കാര്യത്തിനു വേണ്ടി നിയോഗിച്ചോ ആ പ്രവാചക നിയോഗം, ആ റിസാലത്തിന് പ്രവാചകൻ വഞ്ചന കാണിച്ചവനാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അങ്ങനെ പുതുതായി കടത്തിക്കൂട്ടപ്പെടുന്ന കാര്യങ്ങൾക്കാണ് മതത്തിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്, പുതു നിർമ്മിതികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ പ്രസംഗത്തിന്റെ തുടക്കത്തിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ ഹുത്തുബകളുടെ തുടക്കത്തിലും, നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും ഹുത്തുബകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ വചനം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടത്, ഏറ്റവും മോശപ്പെട്ടത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാകുന്നു. അങ്ങനെ മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകൾ, ആ പുതു നിർമ്മിതികൾ വകുല്ലു ബിദ്അത്തിൻ ളലാല, അതെല്ലാം ളലാലത്താണ്, വഴികേടാകുന്നു. മറ്റൊരു റിവായത്തിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത്തരം വഴികേടുകളെല്ലാം നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കുക. വിശുദ്ധ ഖുർആനിലില്ലാത്ത, പ്രവാചകന്റെ ചര്യയിലില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത, എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ട ഒരു നബിദിനം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു ഭാഗം ആളുകൾ. നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിലുണ്ടോ, പ്രവാചകന്റെ സുന്നത്തിലുണ്ടോ അല്ലഹു അക്മൽതു ദീനക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് ശേഷം ആ വിശുദ്ധ ഖുർആനില് ഒരായത്തെങ്കിലും ഈ വിഷയത്തിൽ നമുക്ക് കാണുക സാധ്യമാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ജന്മദിനം അത് ആഘോഷമായിരുന്നുവെങ്കിൽ യാതൊരു തർക്കവും ഒരു വിശ്വാസിക്കില്ല. നമ്മുടെ ആഘോഷങ്ങളിൽ ഏറ്റവും വലുത് പ്രവാചകന്റെ ജന്മദിനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളായിരിക്കും ആദ്യം ആഘോഷിക്കുക. പക്ഷെ ഖുർആനിൽ സൂചന വേണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു തെളിവ്, ഒരായത്തിന്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. നമ്മളൊക്കെ തന്നെ ആഘോഷം, പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു. എന്നാൽ ഖുർആനിൽ തെളിവുകൾ നമുക്ക് കാണുക സാധ്യമല്ല. 7-ാം നൂറ്റാണ്ടിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ആഘോഷമാണ് എന്ന് ഇവർ തന്നെ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ തന്നെ ഖുർആനിൽ നിന്ന് ഇപ്പോ നബിദിനത്തിനും മറ്റ് തെളിവുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി വല്ലഫ്റഹു, നിങ്ങൾ അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഒരായത്തിന്റെ കഷ്ണം കണ്ടു. അപ്പുറത്തോ ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കൾ നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആനിന്റെ പ്രവാചകനെ പുകഴ്ത്തിയുള്ള ഒരു ആയത്തും അപ്പം കിട്ടിപ്പോയി എന്ന. അവിടെ ഒരു റഹ്മത്ത്, ഇവിടെയും ഒരു റഹ്മത്ത്. അള്ളാന്റെ റസൂൽ അയച്ചത് റഹ്മത്തായിക്കൊണ്ട്, അപ്പുറത്തോ ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അപ്പോ ഈ റഹ്മത്താണ് റഹ്മത്ത്. അപ്പൊ നബിദിനം ആഘോഷിക്കാൻ തെളിവ് കിട്ടിപ്പോയി എന്നാണ് ചില ആളുകൾ ഇപ്പൊ പടച്ചുവിടുന്നത്. സത്യത്തില് ഏതെങ്കിലും ഒരു തഫ്സീറില് മാത്രവുമല്ല, ഈ ആയത്ത് അവതരിച്ചതാർക്ക? അള്ളാഹുവിന്റെ റസൂലിന്, പ്രവാചകന് മനസ്സിലായില്ല. ഓ ജനങ്ങളെ, സഹാബത്തെ, എന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന് ആയത്ത് അവതരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആഘോഷിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞോ? ഒരൊറ്റ വചനത്തിൽ ഒരു ഹദീസിലുണ്ടോ തന്റെ ജന്മദിനം ആഘോഷിച്ചതായിട്ടോ അല്ലെങ്കിൽ
ആഘോഷിക്കാൻ കൽപ്പിച്ചതായിട്ടോ ഈ ആയത്ത് പ്രവാചകന് തിരിഞ്ഞില്ല. ഈ ആയത്ത് പ്രവാചകനിൽ കേട്ട സഹാബത്തുൽ കിറാം റാഷിദുകൾ അടക്കമുള്ള പ്രവാചകന്റെ അനുചരന്മാരായ സഹാബത്തിന് ഈ ആയത്ത് തിരിഞ്ഞില്ല. പിന്നെയോ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന ചില ഖുറാഫി പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഈ ആയത്ത് മനസ്സിലായത്. പ്രവാചകന് തിരിഞ്ഞില്ല, സഹാബത്തിന് തിരിഞ്ഞില്ല, ഇവർക്ക് തിരിഞ്ഞിരിക്കുന്നു ഈ ആയത്തിന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ളതാണ് എന്ന്. പിന്നെ എന്താ ആയത്തിന് പറഞ്ഞത്? ആ റഹ്മത്ത് കൊണ്ട് ദേശം, ആ ഫളില് കൊണ്ട് ദേശം വിശുദ്ധ ഖുർആനാകുന്നു. നിങ്ങൾക്ക് ഖുർആൻ അവതരിച്ചിരിക്കുന്നു. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വലിയ റഹ്മത്താണ്, അള്ളാഹുവിന്റെ വലിയ ഫളിലാണ്. ആ ഖുർആൻ നിങ്ങൾക്ക് ഇറക്കി തന്നതിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ആ സന്തോഷമല്ലേ നമ്മൾ കൊണ്ടാടുന്നത്? എല്ലാ വർഷത്തിലും ഈദുൽ ഫിത്തർ ആഘോഷമല്ലേ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു തന്ന സൂറത്ത് യൂനിസിലെ സന്തോഷം തന്നെയാണ് നമ്മളൊക്കെ എല്ലാ വർഷത്തിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഖുർആനില് തെളിവ് കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് ഈ ആളുകൾ. അപ്പൊ ഖുർആനിലുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ വചനം നമുക്ക് കാണുക സാധ്യമാണോ? അവിടെയും ഇല്ല. പിന്നെ ആരുടെ ആഘോഷമാണിത്? നമുക്കറിയാം, ജന്മദിനാഘോഷങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ ജന്മദിനാഘോഷങ്ങളുടെ ആവിർഭാവം പരിശോധിച്ച അത് ചെന്നെത്തുന്നത് ജൂത ക്രൈസ്തവരിലേക്കായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനമായി ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ നസാറാക്കളാകുന്നു. അപ്പൊ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലൂടെ അത് ആഘോഷിക്കുന്ന ഒരാൾ, അയാൾ യഥാർത്ഥത്തിൽ പിൻപറ്റുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ല, മറിച്ച് നസാറാക്കളെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. പ്രവാചകൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവനിൽപ്പെട്ടവനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ജന്മദിനാഘോഷം ചെന്നെത്തുന്നത് ജൂതനസാറാക്കളിലാണ് എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു പറയുകയും ചെയ്തു, ആ ജൂത ക്രൈസ്തവരെ لتتبعن سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو سلكوا جحر لب لسلكتموه قلنا يا رسول الله اليهود والنصارى قال فمن. അതെ, ജൂതനസാറാക്കളെ ചാണിന് ചാണായും മുഴത്തിന് മുനുമായും മുൻഗാമികളായ സമൂഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴുവായി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളം കണ്ടെത്തി അവിടെ നിങ്ങൾ പ്രവേശിക്കുക തന്നെ ചെയ്യും. അത്രത്തോളം ജൂതനസാറാക്കളെ ഈ സമുദായം പിൻപറ്റുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ പ്രവാചകന്റെ പാതയിലോ അതല്ല നസാറാക്കളുടെ പാതയിലോ എന്ന് നമ്മൾ ആലോചിക്കുക. തീർന്നില്ല. ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറ, അതിനുശേഷം അടുത്ത തലമുറ, അതിനുശേഷം അടുത്ത തലമുറ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന ഉത്തമമായ ആ ഒരു തലമുറയും അതിനുശേഷം വന്ന സഹാബത്തിന്റെ താബികളുടെ താബിഈങ്ങളുടെ അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളുടെ ഈ മൂന്ന് തലമുറയ്ക്കും ആ മൂന്ന് തലമുറയാണ് ഏറ്റവും ഉത്തമമായ തലമുറ. അവർക്കൊന്നും ഇങ്ങനെ ഒരു ആഘോഷം പരിചയമില്ല. എത്രത്തോളം? 4 മദ്ഹബിന്റെ ഇമാമുകൾക്കും ഇങ്ങനൊരു ആഘോഷം പരിചയമില്ല. പിന്നെയോ ആദ്യമായി തുടക്കം കുറിച്ചത് ഷിയാക്കളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബിദിനം ആദ്യമായി ലോകത്ത് തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിൽ ഷിയാ സമൂഹത്തിലെ ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കളിലെ അതിരുവിട്ട കക്ഷികളായ ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഷിയാ വിഭാഗമാണ് ആദ്യമായി നബിദിനത്തിന് തുടക്കം കുറിച്ചത്. ആരാണ് ഷിയാക്കൾ? ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ്.
ആദ്യത്തെ 3 ഖലീഫമാർ അവര് 3 നരകത്തിലാണ് എന്ന് വാദമുള്ള ആളുകളാണ് സഹോദരങ്ങളെ ഷിയാക്കളിലെ ഈ വിഭാഗം. ഇവരാണ് ആദ്യമായി നബിദിനത്തിന് തുടക്കം കുറിച്ചത്. ആ നബിദിനമാണ് നിർഭാഗ്യവശാൽ മുസ്ലിം ഉമ്മത്തിലെ ഒരു ഭാഗം ആളുകൾ ഇന്നും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിമിന്റെ ആഘോഷമല്ല. മസ്ജിദുൽ ഹറമിൽ രക്തച്ചൊരിച്ചിൽ നടത്തിയ ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയ അതിനെ തകർത്ത ആളുകളാണ് ഷിയാക്കൾ സഹോദരങ്ങളെ. ആ ഷിയാക്കളെയാണ് സത്യത്തില് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ പേരും പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ആഘോഷത്തിലൂടെ ഈ ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രമല്ല, ഇസ്ലാമിൽ വ്യതിചലിച്ചു പോയ, ഇസ്ലാമിന്റെ പുറത്തു പോയ, ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന, ഇസ്ലാമിനെതിരെ എല്ലാ തരത്തിലും നശിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഷിയാക്കളാണ് ഇത് തുടങ്ങി വെച്ചത്. ആ ഷിയാക്കളുടെ പാതയാണ് ഈ ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് അതിര് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബിദിനാഘോഷ വേളയിലും അതുപോലെ അതിനെ തുടർന്നുകൊണ്ടുള്ള മൗലൂദ് ആഘോഷത്തിലും മൗലൂദിലൊക്കെ നാം കാണുന്നത് അതിര് കവിച്ചലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തതുറൂനി കമാ അതർതുൻ നസാറ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു ലാ തതുറൂനി കമാ അതർതുൻ നസാറ. നിങ്ങൾ നസാറാക്കൾ ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിരിക്കുന്നു. കാരണം പ്രിയപ്പെട്ടവരെ, ആദരിച്ച് അത് ആരാധനയിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ഈസാ നബി അലൈഹിസ്സലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായി ദൈവപുത്രനായി ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം അലൈഹിസ്സലാമിനെ ദൈവമായി അല്ലെങ്കിൽ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നസാറാക്കൾ പെട്ടുപോയെങ്കിൽ ഈ ഉമ്മത്തും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് അല്ലാഹുവിന്റെ റസൂൽ നൽകിയത്. ലാ തതുറൂനി കമാ അതർതുൻ നസാറ യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇയ്യാകും വല്ലുലുബി ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബലകും അല്ലുലുബു ഫിദ്ദീനി, മുൻഗാമികളായ സമുദായങ്ങൾ, മുൻഗാമികളായ ആളുകൾ നശിക്കാനുള്ള കാരണം അവരവരുടെ മതത്തിന്, അവരുടെ ദീനിന് അതിര് കവിഞ്ഞു പോയത് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എവിടെ എത്തി? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഈ സമുദായത്തിലെ ചില ആളുകൾ ആരാധിക്കുന്നില്ല എന്ന് മാത്രം അതേ ഒരു അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിപ്പെടുന്നു. അതെ, ചാണിന് ചാണായും മുഴത്തിനു മുഴവായും അവിടെ ഘോഷയാത്രയുണ്ടെങ്കിൽ ഇവിടെയും ഘോഷയാത്ര വേണം. അവിടെ ഉണ്ണി യേശുവിനെ എഴുന്നള്ളിക്കുന്നുവെങ്കിൽ ഇവിടെയും വേണം ഉണ്ണി മുഹമ്മദ്. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഉണ്ണി മുഹമ്മദ് എന്ന പേരില് എഴുന്നള്ളിപ്പ് നടക്കുന്നത് നമ്മൾ വീഡിയോകളിലൂടെ, പത്രങ്ങളിലൂടെ അതിന്റെ ഫോട്ടോ ദർശിച്ചവരാണ്. എവിടെ എത്തി ഈ സമുദായം എന്ന് നമ്മൾ ആലോചിക്കുക. പ്രവാചകന് നേർക്ക് നേരെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലക്കൽ ജമ്മൽ ലഫീർ ഫീക ഖദ് അൽസന്ദുനി യാ ബശീറു യാ നദീർ. ബശീറുൻ നദീറുമായ നബിയെ, അബ്ദുക്കൽ മിസ്കീൻ യർജു, താങ്കളുടെ ഈ പാവപ്പെട്ട മിസ്കീനായ അടിമ താങ്കൾ ഔദാര്യം ആഗ്രഹിച്ചുകൊണ്ട്, ഔദാര്യം കാംക്ഷിച്ചുകൊണ്ട് താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഫീക ഖദ് അൽസന്ദുനി, താങ്കളെ കുറിച്ച് എന്റെ മനസ്സിൽ നല്ല വിചാരം മാത്രമാണുള്ളത്. കത്തിയാളുന്ന സൈറി എന്ന ആ നരകത്തിൽ നിന്ന് പ്രവാചകരെ താങ്കൾ എന്നെ രക്ഷിക്കണമേ. ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ അഭിഗസ്ഥാനമേ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് നേർക്ക് നേരെ പറയുന്ന അബ്ദുക്ക, പ്രവാചകരെ നിന്റെ അടിമ നിന്നോട് ചോദിക്കുന്നു എന്ന് അതാണ് പറഞ്ഞത്. ലാ തതുറൂനി കമാ അതർതുൻ നസാറ, ഈസാ നബി അലൈഹി ഇസ്ലാമിയെ പുകഴ്ത്തിയവർ ദൈവമാക്കിയെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി
പ്രവാചകനോട് നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ പാപിയാകുന്നു ഞാൻ. ഈ തെറ്റുകുറ്റങ്ങൾക്കുള്ള ആവലാതി താങ്കളോടാണ് ബോധിപ്പിക്കുന്നത് എന്ന് പ്രവാചകനോട് നേർക്ക് നേരെ മൗലൂദിലൂടെ ഈ സമുദായത്തിലെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിന്റെ പള്ളികൾ, ആ പള്ളികളിൽ അള്ളാഹുവോടൊപ്പം യാതൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുമുള്ള പള്ളികളുടെ മിനാരങ്ങളിലൂടെ അള്ളാഹുവിന്റെ റസൂലിനോട് നേർക്ക് നേരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഈ രടികളാണ് കഴിഞ്ഞ 1 റബീഉൽ അവ്വൽ 1 മുതൽ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ റസൂലിനോട് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പരിപാവനമായ മസ്ജിദുകളുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള പ്രാർത്ഥന ശകലങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാർഗം അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗമല്ല, സഹാബത്തിന്റെ മാർഗമല്ല, മുൻഗാമികളുടെ മാർഗമല്ല, സലഫുകൾക്ക് പരിചയമില്ല. സാക്ഷാൽ ക്രിസ്ത്യാനികളുടെ അതുപോലെ ഷിയാക്കളുടെ പാരമ്പര്യമാണ് ഈ ആളുകൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അപ്പോ നബിദിനാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ തെളിവില്ല, ഹദീസിലില്ല, സഹാബത്തിന്റെ മാതൃകയില്ല, മദ്ഹബുകളുടെ ഇമാമുകൾക്ക് പരിചയമില്ല. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറഞ്ഞ ഉത്തമമായ തലമുറയിലും മാതൃകയില്ല. മഹാനായ 1-ാം ഖലീഫ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ സന്തത സഹചാരി, ഒന്നാമതായി പ്രവാചകൻ വിശ്വസിച്ച 1-ാമത്തെ വ്യക്തി, അതേ ഹിജ്റയിലെ പ്രവാചകന്റെ കൂട്ടുകാരൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ വേളയിൽ നമുക്കറിയാം, പ്രവാചകന്റെ മുന്നിലും പിന്നിലുമായി നടന്നു നീങ്ങിയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട്, എന്തേ അബൂബക്കറെ നീ എന്റെ പിന്നിലും മുമ്പിലുമായി നടന്നത് എന്ന് ചോദിച്ചപ്പോ, അള്ളാഹുവിന്റെ റസൂലെ, മുന്നിലൂടെ താങ്കൾ ആക്രമിക്കാൻ ശത്രു വരുന്നു എന്ന് വിചാരിക്കുമ്പോ ഞാൻ മുമ്പിലേക്ക് കയറി നിൽക്കും. അപ്പോൾ എന്റെ മനസ്സിൽ തോന്നും, താങ്കൾ ആക്രമിക്കാൻ പിന്നിലൂടെ ആരെങ്കിലും പാലെടുത്താലോ ഞാൻ ഇവിടെ പിന്നിലേക്ക് നടക്കും എന്ന് പ്രഖ്യാപിച്ച മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ 11 മുതൽ 13 വരെ 2 വർഷം ഭരണം നടത്തി. 2 റബീഉൽ അവ്വൽ കടന്നുപോയില്ലേ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായില്ല എന്നാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടില്ല. മഹാനായ 2-ാം ഖലീഫ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടപ്പോ ആ മരണ വാർത്ത ഉൾക്കൊള്ളാനാവാതെ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ തലവെട്ടും എന്ന് പറഞ്ഞ് സമനില തെറ്റിയാളെ പോലെ ഊരിപ്പിടിച്ച വാളുമായി കരുതുള്ളിയ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നുവോ? ഹിജ്റ 13 മുതൽ 23 വരെ 10 വർഷം ഭരണം നടത്തി. 11 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഉമർ റളിയല്ലാഹു അൻഹു ആഘോഷിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ദിവസമല്ലേ എന്ന് വിചാരിച്ച് സ്വലാത്ത് കൂടുതൽ ചൊല്ലിയതായി നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. മഹാനായ 3-ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്ത് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്നറിയപ്പെടുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 23 മുതൽ ഹിജ്റ 35 വരെ 12 വർഷം ഭരണം നടത്തി. 11 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. എവിടെയാണ് ബുർദാ മജ്‌ലിസ് സംഘടിപ്പിച്ചത്? എവിടെയാണ് മൗലൂദിന്റെ സദസ്സ് സംഘടിപ്പിച്ചത്? എവിടെയാണ് ഭക്ഷണം വിതരണം ചെയ്തത്? നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. മഹാനായ 4-ാമത്തെ ഖലീഫ പ്രവാചകന്റെ മരുമകൻ, പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു 5 വർഷം ഭരണം നടത്തി. ഹിജ്റ 35 മുതൽ 40 വരെ 4 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി.
ഒരൊറ്റ റബീലവില്ലെങ്കിലും സഹോദരങ്ങളെ ഒരു കാരക്കയിളക്കീരെങ്കിലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഈ നബിദിനാഘോഷമായി സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സുകൾക്കും ഭക്ഷണത്തിനും നമുക്ക് തെളിവ് പറയാൻ സാധിക്കുമായിരുന്നു. ഇല്ല പ്രിയപ്പെട്ടവരെ, ചെയ്തിട്ടില്ല. നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അതെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭക്തി, പ്രവാചകന്റെ വഫാത്തിന് ശേഷം 48 വർഷം ജീവിച്ചിരുന്നു. 47 റബീഉൽ അവ്വൽ കടന്നുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല. ഇവരൊന്നും ആഘോഷിക്കാത്ത ഈ പുത്തനാചാരം നമുക്ക് വേണോ എന്ന് നമ്മൾ ആഘോഷിക്കുക. ചരിത്രത്തിലെ കറുത്ത ബുദ്ധി എന്നറിയപ്പെടുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ബാങ്കി എന്നറിയപ്പെടുന്ന ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുക്കാൻ സാധിക്കാത്ത, അതെ അബൂബക്കറിന്റെ കാലഘട്ടം കഴിഞ്ഞു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു കാലത്ത് ജനങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ബിലാലിനോടൊന്ന് ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കണം. ആ ബിലാലിന്റെ ബാങ്കൊന്ന്, ആ ശ്രവണസുന്ദരമായ ബാങ്ക് ഞങ്ങൾക്കൊന്ന് കേൾക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. ബിലാൽ, ഈ ബാങ്ക് കൊടുക്കണം. അതെ അമീറുൽ മുഅ്മിനീന്റെ കൽപ്പനയല്ലേ എന്ന് വിചാരിച്ച് മനസ്സോടുകൂടി അതാ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആരംഭിച്ച് അശ്ഹദു അന്ന മുഹമ്മദ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴേക്ക്. അതേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കടന്നു വന്നപ്പോൾ ആ പേര് പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ബോധം കെട്ട് ബോധരഹിതനായ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സഹാബത്തുൽ കിറാം എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്? അവരെക്കാൾ പ്രവാചകനെ സ്നേഹിച്ചവർ ലോകത്തില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ പ്രവാചകന്റെ സഹാബത്ത് എത്രയോ ചരിത്രത്തിലെ ഏടുകൾ. അവർക്കില്ലാത്ത ഒരു സ്നേഹം നമുക്കെന്തിനാ? അവരാരെങ്കിലും അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം ഇത്രത്തോളം പ്രവാചകൻ സ്നേഹിച്ച സഹാബത്തിന് അവരാഘോഷിക്കാത്ത ഒരാഘോഷം നമുക്ക് വേണ്ട. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ, പ്രവാചകന്റെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, അതെ സ്വന്തം മാതാവാണ് മുമ്പിൽ നിൽക്കുന്നത്. മോനെ, ഈ മതത്തിൽ നിന്ന് പിന്തിരിയണം, മുഹമ്മദിനെ ഒഴിവാക്കണം, ഇല്ലെങ്കിലോ ഈ ഉമ്മ ഇന്നു മുതൽ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഈ മണലാരണ്യത്തിലേക്ക് ഇറങ്ങി നിന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇഞ്ചിഞ്ചായി ഈ പൊരികുന്ന വെയിലത്ത് നിന്നുകൊണ്ട് ഈ ഉമ്മ താഴേക്ക് വീഴും, മരിച്ചു വീഴും. സ്വന്തം മാതാവാണ് മുമ്പിൽ. സഅദ് റളിയല്ലാഹു അൻഹു അതാ പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഇതാണ് വിഷയം. ഉമ്മയാണ് പറയുന്നത്, ഈ ആദർശം ഒഴിവാക്കിയില്ലെങ്കിൽ ഞാൻ മരിക്കും. അങ്ങനെ നിന്നെ അറബികൾ ഉമ്മയെ കൊന്നവനെന്ന് പേര് വിളിക്കും. അപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ, ഇപ്പുറത്ത് സുഗന്ധ പ്രസവിച്ച മാതാവ്. അതെ, വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായ സൂറത്തുൽ ഇസ്രായിലെ ഒരായത്ത് അവതരിക്കുന്നു. ആ മാതാപിതാക്കൾ അവർ നിന്നോട് അല്ലാഹു പങ്കു ചേർക്കുന്നതിനെ കുറിച്ച് നിർബന്ധിച്ചാൽ അവരിനി അനുസരിക്കേണ്ടതില്ല. അവർ രണ്ടുപേരെ ഇനി അനുസരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് അങ്ങായത്തോടിക്കൊടുത്തു. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു ഉമ്മയുടെ മുമ്പിൽ ചെന്നുകൊണ്ട്, അല്ലയോ ഉമ്മ, താങ്കൾക്ക് 100 ശരീരമുണ്ടെന്ന് കരുതുക. ആ 100 ശരീരവും എന്റെ കൺമുമ്പിൽ വീണ് പിടഞ്ഞു മരിച്ചാലും ഈ സഅദ് ഈ ആദർശത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ സഅദ് റളിയല്ലാഹു തആല അവരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃക. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ചുരുക്കത്തിൽ റാഷിദുകൾക്ക് പരിചയമില്ല, പ്രവാചകന്റെ സഹാബികൾക്ക് ഒരാൾക്കും പരിചയമില്ലാത്ത, മുൻഗാമികൾക്ക് മാതൃകയില്ലാത്ത, സലഫുകളിൽ മാതൃകയില്ലാത്ത, മദ്ഹബിന്റെ ഇമാമുകൾക്ക് പോലും പരിചയമില്ലാത്ത കാലഘട്ടത്തിന് ഷിയാക്കൾ ഇസ്ലാമിലേക്ക് ഈറ്റ കൊതിയന്മാരായ, ചാപ്പാട്ടുരാമന്മാരായ
ചില ആളുകൾ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയ ആഘോഷമാണ് എന്ന് ഇമാം ഫാഖിഹ് അലി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത് പോലെ ഇവർ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നത് പോലെ സഹോദരങ്ങളെ, ഈ ആഘോഷം നമുക്ക് വേണ്ട, മുസ്ലിമുകൾക്ക് വേണ്ട. ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ഒരാൾക്കും ഇങ്ങനെ ഒരു ആഘോഷം വേണ്ടേ വേണ്ട. ഇത് ക്രൈസ്തവരുടെ ഷിയാക്കളുടെ പിന്തുണക്കാരുടെ ആഘോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുമായി ഉള്ള ബന്ധം അല്ല നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ അയൽവാസികളില്, നമ്മുടെ സുഹൃത്തുക്കളില്, നമ്മൾ അറിയുന്ന ആളുകളില് ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൈപിടിച്ചുയർത്തുക, ഈ ഒരു സത്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളിൽ നിന്നും അല്ലാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം പണ്ഡിതന്മാർക്ക് യഥാർത്ഥ ഇസ്ലാമിലേക്ക്, ഖുർആനും സുന്നത്തിലേക്ക് കടന്നു വരാനുള്ള ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.